ഹലോ സബ്സ്ക്രൈബേഴ്സ്, അറിവിലേക്ക് സ്വാഗതം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഈ അറിവ് എല്ലാവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എത്ര പേർക്ക് അറിയാമെന്ന് നോക്കട്ടെ. പഞ്ചഭൂതങ്ങളിൽ അഗ്നിക്കുള്ള പ്രത്യേകതയും ഗുണവുമാണ് ഇന്ന് പറയുന്നത്. അഗ്നിക്കുള്ള ഗുണങ്ങൾ ആദ്യം പറയാം. ഇതിൽ അഗ്നിക്കുള്ള ഗുണം എന്ന് പറയുന്നത്, അഗ്നി പ്രകാശമാണ്, പ്രകാശമാണ് എല്ലാത്തിൻ്റെയും സാക്ഷി, പ്രകാശമാണ് ഊർജം, ഊർജമാണ് ജീവൻ്റെ ആധാരം. ഇതാണ് അഗ്നിക്കുള്ള ഗുണങ്ങൾ. അപ്പോൾ അഗ്നിക്കുള്ള പ്രത്യേകതകൾ എന്താണ്, അത് നമുക്ക് നോക്കാം. അതാണ് ഇമ്പോർട്ടൻ്റ്. പഞ്ചഭൂതങ്ങളിൽ വായു സ്വയം ശുദ്ധിയായിട്ടിരിക്കാൻ അതിന് സാധിക്കില്ല. കാർബൺ ഡൈ ഓക്സൈഡ് മൂലം അശുദ്ധമാവും. പഞ്ചഭൂതങ്ങളിൽ ജലമാണെങ്കിലോ അതും അശുദ്ധമാവും. ഇപ്പോൾ അഴുക്ക് ജലത്തിൻ്റെ കൂടിയിട്ടോ ആൾക്കാർ മലിനമാക്കുന്നതോട് കൂടിയിട്ട് അതും മലിനമായി തന്നെ സഞ്ചരിക്കും. പക്ഷേ മറ്റുള്ള രണ്ടും അങ്ങനെ തന്നെ. പക്ഷേ ഇതിൽ അഗ്നി പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതാണ് അഗ്നിസാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളിൽ എല്ലാത്തിൻ്റെ മുന്നിൽ നമ്മൾ ദീപം തെളിക്കുന്നതും എല്ലാത്തിനും സാക്ഷിയായിട്ട് അഗ്നി സാക്ഷിയായിട്ട് സത്യം ചെയ്യുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. അഗ്നി എന്ന് പറയുന്നത് സ്വയം മറ്റുള്ളവരെ ദഹിപ്പിക്കുന്നതിന്, ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ചപ്പുചവറായിക്കോട്ടെ, മനുഷ്യ ശരീരം ആയിക്കോട്ടെ, എന്തിനും ദഹിപ്പിച്ചതിന് ശേഷം സ്വയം അശുദ്ധമാവുന്നേ ഇല്ല, അത് ശുചിയായിട്ട് തന്നെ ഇരിക്കും. അതാണ് അഗ്നിക്കുള്ള പ്രത്യേകത. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ക്ലിങ് ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അറിവ് എല്ലാവരേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.